വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ, ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി. ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് തലേന്ന് രാത്രി തന്നെ ഇത് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 പേർക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ചേർത്തിട്ടുണ്ട്. കൂടാതെ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു പിഞ്ച് സിനമൺ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് യോഗട്ടാണ്. ഞാനിവിടെ ഗ്രീക്ക് യോഗട്ട്, മിൽക്ക് മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രീക്ക് യോഗട്ട് ഇല്ലെങ്കിൽ നമുക്ക് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ബദാം മിൽക്കോ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ യോഗട്ടാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇത് ചിയ സീഡ്സും ഓട്സൊക്കെ ഒന്ന് കുതിർന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇഷ്ടമുള്ളത് ചേർക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ ഒരു ആപ്പിളും ചെറിയൊരു റോബസ്റ്റ പഴവും കൂടെ കട്ട് ചെയ്താണ് ഇതിൽ ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്ക് രാവിലെ ആഡ് ചെയ്താലും മതി, അതല്ലെങ്കിൽ രാത്രി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തലേ ദിവസം തന്നെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട്. ഓട്സിലും ചിയ സീഡ്സിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സിനമൺ പൗഡർ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് കഴിക്കുമ്പോൾ നമുക്ക് വയറൊക്കെ നല്ല ഫില്ലായിട്ടിരിക്കും. കുറേ ടൈമിലേക്ക് നമുക്ക് വിശപ്പൊന്നും അനുഭവപ്പെടില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി പുളി അതുകൊണ്ടാണ് തലേദിവസം ആഡ് ചെയ്ത് വെക്കാതിരുന്നത്. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാം. കുറച്ച് മിൽക്ക് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ടർ ചേർത്താലും മതി. അതിനുശേഷം ടേസ്റ്റിന് വേണമെങ്കിൽ മാത്രം കുറച്ച് ഹണി ആഡ് ചെയ്യാം, ഷുഗർ ഒട്ടും ആഡ് ചെയ്യരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.